ആരാണ് പുതിയ പോപ്പ് അല്ലെങ്കിൽ പുതിയ മാർപ്പാപ്പ? ലിയോ 14 നമ്മളെല്ലാവരും കണ്ടു. അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം, അദ്ദേഹത്തിൻ്റെ ജീവിത രീതി അതൊക്കെ ആൾക്കാർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ലൂയി 14 എന്ന പേര് സ്വീകരിക്കാൻ കാരണം അദ്ദേഹം സെൻറ്റ് അഗസ്റ്റിൻ എന്ന ഒരു പുണ്യവാളൻ്റെ സഭയിലെ അംഗം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ജനനം അമേരിക്കയിലാണ്. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ പിതാവ് ലൂയിസ് മരിയാസ് പ്രേവോ ആണ് പിതാവ്. മാതാവ് മൈൽഡ്രഡ് മാർട്ടിനസ് എന്ന സ്ത്രീയാണ്. പിതാവ് ഫ്രഞ്ചുകാരനാണ്, അതേസമയത്ത് അദ്ദേഹം ഇറ്റാലിയൻ നാവികനുമായിരുന്നു. അമേരിക്കയിൽ ജനിച്ചെങ്കിലും അദ്ദേഹം പതുക്കെ പെറുവിലേക്ക് മാറി. അദ്ദേഹം ഒരു PhD കാരനാണ്. കാനോൻ നിയമത്തിലാണ് PhD. ചെറുപ്പത്തിലെ തന്നെ അദ്ദേഹം വൈദികനായി. സെൻറ്റ് അഗസ്റ്റിൻ സഭയിലാണ് അദ്ദേഹം ചേർന്നത്. 1977 ആ സഭയിൽ ചേർന്നത്. അദ്ദേഹം 22ാമത്തെ വയസ്സിലാണ് അദ്ദേഹം പുരോഹിതനായത്. 1982 പുരോഹിതനായി. അതുപോലെ 30ാമത്തെ വയസ്സിൽ അദ്ദേഹം പെറുവിലേക്ക് പോയി. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം മുഴുവൻ പെറുവിലാണ്. അദ്ദേഹം ഇവിടെ മാർപ്പാപ്പയായി തിരഞ്ഞെടുത്തു. നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്നു. 267ാമത്തെ പാപ്പ, ഫ്രാൻസിസ് പാപ്പായ്ക്ക് ശേഷം 267ാമത്തെ പാപ്പയായി അദ്ദേഹത്തെ ലോകം മുഴുവൻ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. ആ സന്ദർഭത്തിൽ വിശുദ്ധ പത്രോസിൻ്റെ ബസിലിക്കയുടെ മുമ്പിൽ അവിടുത്തെ ഒരു കാർഡിനൽ പ്രത്യക്ഷപ്പെട്ട് അബേമൂസ് പാപ്പ എന്ന് പ്രഖ്യാപിച്ചപ്പം എല്ലാവരും കൈത് കൂപ്പി പ്രാർത്ഥിച്ചു. നമുക്ക് പാപ്പായായി, അബേമൂസ് പാപ്പ എന്നാണ് ആദ്യം പറഞ്ഞത്. തൊട്ടുപുറകെ പുതിയ പാപ്പ വന്നു. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ വാക്ക് ഉർബി ഏത് ഓർബി എന്നാണ്. അദ്ദേഹം പറഞ്ഞത് റോമാ നഗരത്തിനും ലോകത്തിനും ആശീർവാദം. അതിൻ്റെ കാരണം പുരാതന കാലം മുതൽ റോമാ സാമ്രാജ്യത്തിൻ്റെ അവിടുത്തെ പോപ്പാണ്. അതുകൊണ്ട് റോമാ ചക്രവർത്തിക്കും റോമാക്കാർക്കും ആദ്യം അവർ ആശീർവാദം കൊടുക്കും, അതിന് ശേഷമാണ് ലോകത്തിന് മുഴുവൻ കൊടുക്കുന്നത്. അത് ഇന്നും പിന്തുടരുകയാണ്. ഉർബി ഏത്ത് ഓർബി, റോമാ നഗരത്തിനും ലോകത്തിനും ആശീർവാദം എന്ന് അദ്ദേഹം തുടങ്ങി വെച്ചു. 2015-2021 കാലഘട്ടത്തിൽ അദ്ദേഹം പെറുവിലെ ബിഷപ്പായിരുന്നു. അതിനുശേഷം 2021 അദ്ദേഹത്തിനെ കർദിനാലായിട്ട് ഉയർത്തി ഫ്രാൻസിസ് മാർപ്പാപ്പ. അദ്ദേഹം എന്തുകൊണ്ടാണ് സെൻറ്റ് അഗസ്റ്റിൻ എന്ന ആ പുണ്യവാളനെ ആ സഭയിൽ ചേരാൻ കാരണം എന്ന് നമുക്ക് തോന്നാം. കാരണം അദ്ദേഹം നല്ല വായനക്കാരനാണ്. അദ്ദേഹം ഏകദേശം 5 ഭാഷ നന്നായിട്ട് സംസാരിക്കും. ആ ഭാഷയോടൊപ്പം തന്നെ ലത്തീനും ജർമ്മനും അദ്ദേഹത്തിന് അറിയാം. ഇംഗ്ലീഷും ഫ്രഞ്ചും പോർട്ടുഗീസും ഇറ്റാലിയനും സ്പാനിഷ് ഭാഷകൾ നിഷ്പ്രയാസം അദ്ദേഹം കൈകാര്യം ചെയ്യും. നല്ലൊരു സ്കോളറാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രസംഗം അത് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം അദ്ദേഹം പറഞ്ഞത് നിർമ്മിത ബുദ്ധിക്കെതിരായിട്ടാണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെതിരായിട്ട് അദ്ദേഹം സംസാരിച്ചു. മനുഷ്യകുലം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് എന്നാണ് അദ്ദേഹം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ പറ്റി പറഞ്ഞത്. അതുതന്നെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയും നേരത്തെ പറഞ്ഞു വച്ചിരിക്കുന്നത്. മനുഷ്യമഹത്വവും അതുപോലെ മനുഷ്യൻ്റെ തൊഴിലും നീതിക്കും വെല്ലുവിളിയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞതും. അതോടൊപ്പം ലിയോ 14 അത് തന്നെ ആവർത്തിച്ചു. കാരണം തൊഴിലിന് തീർച്ചയായിട്ടും ഭംഗമുണ്ടാവും. ലോകത്തിലെ മുഴുവൻ ജനങ്ങളും തൊഴിൽ ചെയ്താണ് ജീവിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നു കഴിഞ്ഞാൽ അത് പകുതിയോളം ആൾക്കാർക്കെങ്കിലും തീർച്ചയായിട്ടും തൊഴിൽ നഷ്ടപ്പെടും. അത് ലോകം ദാരിദ്ര്യത്തിലേക്ക് പോകും. വരുമാനമില്ലാത്ത ഒരു തലമുറയാവും. പിന്നെ നീതി നിഷേധം ഉണ്ടാവും. നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ അഡ്വാൻസ്ഡ് ടെക്നോളജി വരുമ്പം പലർക്കും നീതി ലഭിച്ചെന്ന് വരില്ല. മനുഷ്യൻ്റെ വാല്യൂ, മഹത്വം അതില്ലാതാകും. കാരണം എല്ലാവരും ടെക്നോളജിയുടെ പുറകെ പോകും. നമുക്കറിയാം, ഇപ്പം നമ്മൾ മൊബൈൽ ഫോണിലാണ് പലരുടെയും ജീവിതങ്ങൾ തന്നെ. എന്ത് വിവരം അറിയുന്നതിലും നമ്മൾ ചാനലിൻ്റെ പുറകെ ഒന്നും പോവില്ല. എല്ലാവരും ഇപ്പം മൊബൈൽ ഫോണിൻ്റെ ഡിജിറ്റലായിട്ടുള്ള ആ സംവിധാനത്തിൻ്റെ പുറകെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം. അതേ സമയത്ത് സെൻറ്റ് അഗസ്റ്റിനെ എന്തുകൊണ്ടാണ് ലിയോ 14
അദ്ദേഹത്തിന് ആ സഭയിൽ ചേരാനുള്ള കാരണം. ആ പുണ്യാളൻ്റെ സഭ 1565 75 എവിടെയാണ് അത് ലോകത്ത് ആരംഭിച്ചത് തന്നെ. പക്ഷേ സെൻറ്റ് അഗസ്റ്റിൻ എന്ന ആ പുണ്യവാളനെ അദ്ദേഹത്തിൻ്റെ പേര് സ്ഥാപിച്ചപ്പെട്ട സെൻറ്റ് അഗസ്റ്റിൻ സഭയുടെ അദ്ദേഹം ജനിച്ചത് AD ആഗസ്റ്റ് 13 354 ലോകാരംഭം നമ്മൾ ഇപ്പോഴത്തെ നമുക്കറിയാമല്ലോ, നമ്മുടെ 2025 വർഷത്തിന് അതിൻ്റെ തുടക്കം AD 354 സെൻറ്റ് അഗസ്റ്റിൻ ജനിച്ചത്. അതിന് ശേഷം അദ്ദേഹം അൾജീരിയയിലാണ് ജനിച്ചത്. അദ്ദേഹം കൺവെർട്ട് ചെയ്യുകയായിരുന്നു സെൻറ്റ് അഗസ്റ്റിൻ, മതം മാറി ക്രിസ്ത്യനായി. അൾജീരിയ നമുക്കറിയാം, അത് മൊറോക്കോയുടെ അടുത്തും അതുപോലെ സ്പെയിൻ്റെയും പോർച്ചുഗലിൻ്റെ അടുത്തുമൊക്കെ സ്ഥിതി ചെയ്യുന്നു. ആഫ്രിക്കൻ രാജ്യത്തിലാണ് അൾജീരിയ എങ്കിലും അത് മൊറോക്കോട് ചേർന്ന് അതിനുശേഷം കടൽ കഴിഞ്ഞാൽ പിന്നെ ആ രണ്ട് സ്പെയിനും പോർട്ടുഗലുമാണ്. അത് യൂറോപ്പിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കണക്കാക്കും. അതേസമയത്ത് ആഫ്രിക്കയുടെ ഭാഗമായിട്ടാണ് അൾജീരിയ നമ്മൾ കണക്കാക്കുന്നത്. അവിടെ ജനിച്ച ഇദ്ദേഹം പിന്നീട് മതം മാറി അഗസ്റ്റിന് എന്ന സെൻറ്റ് അഗസ്റ്റിൻ അവിടുന്ന് മതം മാറിയിട്ട് അദ്ദേഹം ഒരു പുണ്യവാളനായി, ഒരു ഫിലോസഫറായി, ഒരു ആത്മീയ നേതാവായി, ക്രിസ്ത്യാനിയായി അങ്ങനെയാണ് വന്നത്. അദ്ദേഹം 430 AD ആണ് മരിക്കുന്നത്. 75 വയസ്സിൽ അദ്ദേഹം ആ പുരോഹിതൻ മരിച്ചു. പക്ഷേ അതിനുശേഷം ഏകദേശം 1200 ശേഷമാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു പ്രത്യേക പുരോഹിത സഭ തന്നെ ഉണ്ടാകുന്നത്, സെൻറ്റ് അഗസ്റ്റിൻ. അദ്ദേഹം പിന്നീട് പുണ്യവാളനായി. ആ സെൻറ്റ് അഗസ്റ്റിൻ്റെ ആ സഭയിലെ അംഗം തന്നെയാണ് ലിയോ 14 ഈ പുതിയ മാർപ്പാപ്പ. കാരണം ആ പുണ്യപുരുഷനെ അദ്ദേഹത്തിൻ്റെ ആ ജീവിത രീതിയും അദ്ദേഹം പുണ്യാത്മാവായി ഡിക്ലെയർ ചെയ്യാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതശൈലിയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും അദ്ദേഹത്തിൻ്റെ ആത്മീയ യാത്രയും അതൊക്കെ അതേപടി പിന്തുടരുന്ന ഒരു വ്യക്തി തന്നെയാണ് പുതിയ മാർപ്പാപ്പ ലൂയി 14 നമ്മുടെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രസംഗം തന്നെ നമുക്ക് മനസ്സിലായി. മനുഷ്യകുലത്തിന് ദൂഷ്യം വരുന്ന കാര്യങ്ങൾക്കെതിരായിട്ടാണ് അദ്ദേഹം സംസാരിച്ചത്. അദ്ദേഹം കേരളത്തിൽ ഏകദേശം 1-2 മാസം വന്ന് നേരത്തെ പുരോഹിതനായിരുന്ന സമയത്തും അദ്ദേഹം ഇവിടെ വന്ന് താമസിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഈ ഫ്രാൻസിസ് മാർപ്പാപ്പയായിട്ട് ചേർന്ന് വിപ്ലവകരമായ ഒരു സംഭവം സഭയിലുണ്ടാക്കിയ കാരണം അവർ ബിഷപ്പുമാരായിട്ട് തിരഞ്ഞെടുക്കുന്നവർ ആ സഭയുടെ കമ്മിറ്റിയിൽ അതിന് സ്ത്രീകളുടെ 3 പേരുടെ സാന്നിധ്യം കൂടെ വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ബിഷപ്പുമാരായി ലോകത്ത് എവിടെ വേണമെങ്കിലും തിരഞ്ഞെടുക്കുമ്പം അത് സഭയുടെ അംഗീകാരം വേണം, അത് മാർപ്പാപ്പയുടെ അംഗീകാരം വേണം. അതിനൊരു കൗൺസില്, അതിനൊരു കമ്മിറ്റിയുണ്ട്. അതിനകത്ത് മുഴുവൻ പുരുഷന്മാർ മാത്രമാണേ ഉള്ളൂ. അതിന് ഈ ഫ്രാൻസിസ് മാർപ്പാപ്പ വന്ന ശേഷം 3 സ്ത്രീകളുടെ അതിനകത്ത് വേണം. ആ ബിഷപ്പാവുന്ന നാട്ടിലെ ഏതെങ്കിലും ഈ ബിഷപ്പിനെ അറിയാവുന്ന സ്ത്രീകളും അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട 3 സ്ത്രീകളുണ്ടായിരിക്കണം. എങ്കിലേ ഇവർ ആരാണ് എന്താണെന്ന് അറിയാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് 3 സ്ത്രീകളെ ആദ്യമായിട്ട് ഈ കമ്മിറ്റി ഉൾപ്പെടുത്തണമെന്ന് ബിഷപ്പുമാരായി തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റി ഉൾപ്പെടുത്തുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന ഒരു കാർഡിനലാണ് ഇപ്പോഴത്തെ ലിയോ 14. കാരണം പുരോഗമനപരമായ ചിന്തകൾ ഉള്ള ഒരു മാർപ്പാപ്പ തന്നെയാണ്. അദ്ദേഹം സംസാരിക്കാറില്ല, അങ്ങനെ സംസാരിച്ച് കണ്ടിട്ടില്ല. 2023 അദ്ദേഹം കർദിനാളായി കാർഡിനലായിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ എലിവേറ്റ് ചെയ്യുന്നത്. 69 വയസ്സുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രായമുണ്ട്. അദ്ദേഹം സഭയെ നയിക്കാൻ കേപ്പബിളായ ഒരു പാപ്പ തന്നെ ലഭിച്ചു ലോകത്തിന് എന്ന് പറയേണ്ടി വരും.